കൂട്ടുകുടുംബം ആയിരുന്നപ്പോൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നും പായസം കുടിച്ചില്ലെങ്കിലും ആരും പ്രശ്നം കിടന്നിട്ടില്ല. ഓൾ യുവർ നീഡ്സ് വർ ടേക്കിംഗ് കെയർ ഓഫ്. യു ആർ എ മോറലെസ് ഇന്നത്തെ വേൾഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, അതുപോലെ ഇറ്റ് വാസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ക്ലോസ്ലി കണക്റ്റഡ് ബൈ ദ ടൈസ് ഓഫ് ബ്ലഡ്. ഭാഗ്യച്ചേച്ചിക്കൊക്കെ ചേച്ചിയുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ എപ്പോഴും സൗഹൃദം വലിയൊരു ഊർജ്ജമാണെന്നും ശക്തിയാണെന്നും പല വേദികളിലും ഭാഗ്യച്ചി വളരെ ഉറക്കെ തന്നെ ഈ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എപ്പോഴെങ്കിലും സൗഹൃദങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ സ്ത്രീയിൽ എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ചുറ്റുവട്ടത്ത് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടോ? കാരണം ഒത്തിരി സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ ഒരു നല്ല സുഹൃത്തെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആണ് ചോദിക്കുന്നത്. അല്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ ഡെഫിനറ്റ്ലി വേണം. അല്ലെങ്കിൽ നമ്മളൊരു ഏലിയന്മാരെ ഏതെങ്കിലും ഒരു ലോകത്ത് ഒറ്റപ്പെട്ടു പോകും. നമുക്കെപ്പോഴും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നിരാശയാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം നമ്മൾക്ക് അത്തരം വികാരങ്ങളൊക്കെ നമുക്ക് വേണം. എങ്കിലേ നമ്മൾ സാധാരണ മനുഷ്യരാവുള്ളൂ. അതെല്ലാം പ്രകടിപ്പിക്കാൻ നമുക്ക് ഡെഫിനറ്റ്ലി ഒരാൾ വേണം. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അത് പലപ്പോഴും ഇപ്പം ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാൾ ചിലപ്പോൾ ഇതെല്ലാം ആവില്ല, ഒരു നല്ല സുഹൃത്താവില്ല. ചിലപ്പോൾ അയാൾക്ക് നമ്മുടെ ദേഷ്യം സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ അമിതമായ സന്തോഷം പോലും അസൂയപ്പെടുത്തുന്ന ആളുകളുണ്ടാവും. നേരെ മറിച്ചും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയണം. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്ന സ്ത്രീ എന്നുള്ള വിഷയമായതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിലെ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പുരുഷ സുഹൃത്തുക്കളാണ്. സ്ത്രീ സൗഹൃദം എന്ന് പറയുന്നതെല്ലാം ഒരു 70 വയസ്സ് 75 വയസ്സായവരാണ് എല്ലാവരും. പക്ഷെ ഏകദേശം എന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാനൊരു തമാശ പറഞ്ഞാലും ഇവനെ കല്യാണം കഴിച്ചാലോ എന്ന് എനിക്കിപ്പോൾ 75 വയസ്സായ ചേച്ചി കൂട്ടുകാരിയോട് ചോദിക്കാൻ പറ്റില്ല. അവർ പഴയ ഒരു ജനറേഷനാണ്. ഇവക്കപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ ദുഃഖമുണ്ടല്ലേ, നമ്മൾ ചിലപ്പോൾ തമാശ പറയുമായിരിക്കും. അപ്പോൾ എൻ്റെ അതേ ഇതിലുള്ള ഈ സുഹൃത്തുക്കളോട് പറയുമ്പോൾ എനിക്കത് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് ആൺ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല, എല്ലാ വിഷുവിനും എനിക്ക് വിഷു കോടി കൊറിയറിൽ വരുന്നത് ഒരു ആൺ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അവനെ നമുക്ക് വേണമെങ്കിൽ സമൂഹത്തിന് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ എൻ്റെ സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്നെ ചേച്ചി എന്നായിരിക്കും വിളിക്കുന്നത്, പക്ഷെ എന്നാലും അതൊരു സുഹൃത്താണത്. ചിലപ്പോൾ എനിക്കങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ബന്ധങ്ങളില്ല പൊതുവെ. എനിക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അല്ല, റിലേറ്റീവ്സ് എനിക്കില്ലാത്തത് കൊണ്ട് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന തീർച്ചയായിട്ടും ഒന്ന് എൻ്റേതായ സ്വന്തമായ ഒരു മാനസിക ധൈര്യം, അതിനോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾ. സോ സുഹൃത്തില്ലാതെ എനിക്ക് ആലോചിക്കാൻ, ഒരു വ്യക്തിക്ക് നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സുഹൃത്തുക്കളിലേക്ക് വരുമ്പോൾ ശ്രീമയി, ആരായിരിക്കും ഒരു നല്ല സുഹൃത്ത് എന്നുള്ള ഇതുവരെയുള്ള അനുഭവത്തിൽ കുറെ സുഹൃത്തുക്കൾ അകന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തീർച്ചയായും ഒരു സുഹൃത്ത് വലയം ഇപ്പോഴും കൂടെ ശക്തമായിട്ടുണ്ട് താനും. സ്ത്രീക്ക് പേരിട്ടതേ സുഹൃത്തുക്കളാ. ഞാനും സ്ത്രീക്ക് പേരിട്ടത് അറിയാണോ. എനിക്ക് എൻ്റെ 2 പെൺമക്കൾക്കും പേരിടാൻ പറ്റിയില്ല. എനിക്ക് ഇഷ്ടമുള്ള പേരൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എൻ്റെ ആരും വകവെച്ചുമില്ല എൻ്റെ ഇഷ്ടമൊക്കെ. ശ്രീക്ക് പേരിട്ടത് ആദ്യം ശ്രീന്നുള്ളായിരുന്നു. എനിക്ക് എന്തോ ശ്രീമയി എന്നേ വരുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടമായ ഒരു പേരിട്ടത് അവിടുന്ന് തന്നെ തുടങ്ങണം, ആ ഒരു ബന്ധങ്ങളിൽ തന്നെ തുടങ്ങണം. അപ്പം ഞാൻ തോന്നുന്നൊരു ജെൻഡർ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരുന്നു. തീർച്ചയായിട്ടും ഭാഗ്യച്ചി പറഞ്ഞതുപോലെ തന്നെ സൗഹൃദങ്ങൾ വേണം നിശ്ചയമായും. അതിനൊരു ജെൻഡറിന്റെ അതിർവരമ്പ് വേണ്ട. അതെ. അപ്പം ആ ഒരു രീതി തന്നെയാണ് എൻ്റെ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ ട്രാൻസ് വുമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് എൻ്റെ അത്തരം സുഹൃത്തുക്കൾ ചിന്തിക്കുന്നത്. ഞാൻ ഏകദേശം 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിഗ്രി അവസാനം വരെയും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തുക്കളും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഞാൻ തന്നെയായിരുന്നു. എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുകയും ഒറ്റയ്ക്ക് തന്നെ നെടുവീർപ്പിടുകയും അതിന് ഒറ്റയ്ക്ക് തന്നെ സൊല്യൂഷൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് ഏകദേശം സെക്കൻഡ് ഇയറിന് ഇവിടെ വന്നതിന് ശേഷമാണ് എന്നെപ്പോലെ ചിന്തിക്കുന്ന പല സുഹൃത്തുക്കളെ ഞാൻ കണ്ടുമുട്ടിയത്. അവിടുന്നാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് പോലും. അപ്പോൾ അവർ എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയൊരു പ്രഭാവം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല, ഭയങ്കര വലുതായിരുന്നു. ഇപ്പൊ കാണുന്ന ഒരു ശ്രീമയി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് മാറാൻ പോലും അവർ ചെലുത്തിയ ആ ഒരു സ്വാധീനം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിലെ പല നിർണായക ഘട്ടങ്ങളിലും വീട്ടിൽ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞ സമയത്തും
വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും എല്ലാം എൻ്റെ കൂടെ നിന്ന് അവരാണ്. മീൻസ് ഞങ്ങളന്നൊരു 4-5 പേരാണ് മാഡത്തിൻ്റെ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ പ്രശ്നമായിരുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്ത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചത് നമുക്ക് എന്തായാലും ഒരുമിച്ച് ഒരു റൂം എടുത്തോ വീടെടുത്തോ താമസിക്കാം, അല്ലാതെ ഇനി എന്താണ് സൊല്യൂഷൻ, വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞില്ലേ. അപ്പോൾ അന്നും ആ ഒരു വളരെ പ്രതിസന്ധിയായിട്ടുള്ള ഒരു ഘട്ടത്തിൽ പോലും കൂടെ നിന്നതെന്ന് പറയുന്നത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. ആ സുഹൃത്തുക്കളും പ്ലസ് എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരും. അതിലൊരാൾ തന്നെയായിരുന്നു എൻ്റെ മാഡം എന്ന് പറയുന്നത്. സോ ആ രീതിയിലാണ് ഒരു സുഹൃത്ത് വലയങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത്.